നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ട അടിച്ച് ചെമ്പുറ്റി ഞാൻ പൊട്ടിക്കോളെ. ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കണം. ഇത് കട്ടി കഴിഞ്ഞ് കളയും. നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവളെ ചെറുത്തടി ഞാൻ പൊട്ടിക്കും. അതിന് ഏത് സഭയിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും. നമസ്കാരം. രണാസുന സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പൊ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പൊ നടക്കുന്ന ഒരു സംഭവം. മറ്റൊന്നുമല്ല, ഇന്നലെ വന്ന ഒരു ഇന്റർവ്യൂല് ഈ പറയുന്ന രണാസുന നമ്മുടെ അതുൽ ബ്ലോഗ്സിന് എതിരായിട്ട് പറഞ്ഞു, ഞാൻ അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ചെപ്പേനെ അടിച്ച് നെരിക്കും, എന്റെ അലവനെ അടിച്ച് തെരിക്കും എന്നിങ്ങനെ രണാസുന വളരെ എന്ത് ചെയ്തു, വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ ഞാനൊരു വോയിസ് കേട്ടു, മറ്റെവിടെയുമല്ല, നമ്മുടെ യൂഷ്വൽ സൈക്കോ അവന്റെ ഫുൾ വോയിസ് ഉണ്ട്, അത് പോയി കാണുക. അപ്പോ അവിടെ ഒരു വോയിസ് കേട്ടു. അതിനകത്ത് ഈ വീണ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സുധിയുടെ മുൻ ഭാര്യ വീണ എന്ന് പറയുന്നുണ്ട്, ഈ രണാസുനയെ എന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവളെ ചെവുക്കുത്തി അടിച്ച് നിരിക്കും, അവളെ ചെപ്പ അടിച്ച് തിരിക്കും എന്ന് 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിരിച്ചുപോയി സത്യം പറഞ്ഞ. കാരണം ഇന്നലെയാണ് ഇതേ രണാസുന എന്ത് ചെയ്തത്, ഈ പറയുന്ന അതുലിന്റെ ചെവിട്ടിനെ അടിച്ച് ധരിക്കും എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ദൈവം തിരിച്ചടി കൊടുത്ത് നിന്റെ ചെവിട്ടിനെ അടിച്ച് തിരിക്കുമെന്ന് മറ്റൊരാള്. എന്തായാലും കൊള്ളാം. അതിന്റെ കുറച്ച് വോയിസിന്റെ ഒരു ഭാഗം ഞാൻ അവിടെ കൊടുക്കാം. അപ്പോ ഇതിനകത്ത് മറ്റൊന്നുമല്ല, ഇതിനകത്ത് ഈ പറയുന്ന വീണ പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ വീണയെയും ഈ പറയുന്ന രണാസുനയുടെയും കേസ് രണ്ടുപേർക്കും അറിയാം. രണാസുനയ്ക്ക് കൃത്യമായിട്ട് വീണ ആരെന്നറിയാം, ഈ സുധി കല്യാണം കഴിച്ചതെന്നറിയാം, ഇവര് തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ ഈ നുണകൾ പറയുമ്പോൾ ഇന്നലത്തെ ഇന്റർവ്യൂ പറഞ്ഞു, എവളോ ഒരുത്തി ഏതോ ഒരു വോയിസ് എടുത്തിട്ട് അതൊക്കെ സത്യമെന്തെന്ന് അറിയാതെയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നീട് പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് രണാസുനയ്ക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് കള്ളം പറയുന്നത്? കള്ളം പറയുന്നതിന്റെ ഒരു ആവശ്യമില്ല. പിന്നെ പലരും കമന്റ് ഇടുന്നത് കണ്ടു, ഈ പറഞ്ഞതുപോലെ ഇവളെന്ത് പുറത്തു വരാത്തത്, ഇവൾക്ക് രൂപമില്ലല്ലോ, ഇവള് പറയുന്നത് കള്ളമാണ്. അതായത് ഈ പറയുന്ന വീണയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ വീണയെ ഞാൻ വിളിച്ചു, വീണ ആരെന്ന് എനിക്കറിയാം, പിന്നെ ഇവള് കറുത്തിട്ടാണ്, ഇവള് കാണാൻ കൊള്ളൂലാത്തതാണ് എന്നൊക്കെയാണ്. പക്ഷെ വീണയെ എനിക്കറിയാം, ആരെന്നറിയാന്നുള്ള കൊണ്ട് തന്നെ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും സൗന്ദര്യത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ വീണയുടെ 7 അയലത്ത് നിൽക്കത്തില്ല ഈ പറയുന്ന രണാസുന. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിലൊരു പെൺകൊച്ചല്ലാതെ ഞാൻ കണ്ട ഇതിൽ ഞാൻ പറയുകയാണ്, ഈ പറഞ്ഞ വീണ എന്ന് പറയുന്ന കുട്ടി എന്തുകൊണ്ടും ഈ രണാസുനയെക്കാട്ടും എന്തുകൊണ്ടും സൗന്ദര്യത്തിന്റെ കേസിൽ ഒരു 10 പടി മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. പൊക്കമായാലും തടിയായാലും എന്തുകൊണ്ടും പല സൗന്ദര്യമുള്ള ഒരു കൊച്ചു തന്നെയാണ്. അപ്പൊ ആ ഒരു രീതിയിലല്ല അവർ പുറത്തു വരുന്നത്. അവരുടെ ഹസ്ബൻഡ്, ഇപ്പം നിലവിലുള്ള ഹസ്ബൻഡ്, അവരത് ആഗ്രഹിക്കുന്നില്ല. അതുമല്ല, എനിക്കിനിയിപ്പം ആ ഒരു ഫെയിം വേണ്ട, ആ രീതിയിൽ കിട്ടുന്ന ഒരു ഫെയിമോ ഒന്നും എനിക്ക് വേണ്ട എന്ന് ഈ വീണ പറയുന്നു എന്നുള്ളതും കൊണ്ടാണ്. മനസ്സിലായോ? അപ്പോ ഈ വീണ പറയുന്നത് വീണ്ടും അതിപ്പം അടഞ്ഞു പോയി തുടങ്ങി. ഇന്നത്തെ ഇന്റർവ്യൂവിൽ വീണ്ടും ഈ പറയുന്ന വീണയുടെ പേര് പരാമർശിക്കുന്നു. വീണ എവിടെയോ കിടന്ന് നുണ പറയുന്ന ആരോ ഒരാളെന്ന് ഇവർ വീണ്ടും പറയുന്നത് കൊണ്ടാണ് ഈ വീണ വീണ്ടും വന്ന് ഇങ്ങനെ ഒരു വോയിസ് യൂഷ്വൽ സൈക്കയുടെ ഇതിൽ കൊടുത്തത്. എന്തായാലും ഞാൻ ആ വോയിസോടെ കേൾക്കാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തു. നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ജയ് ഹിന്ദ്. പിന്നെ ഇന്നലെ അവരിങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്, എന്നെ അറിഞ്ഞൂടാ എന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ കളത്തര രേണുവിന്റെ. രേണുവിന് എന്നെ അറിയാം, ഞാൻ രേണുവിനോട് സംസാരിച്ചിട്ടുണ്ട്. രേണു ഞാനുമായിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് സംസാരിച്ചവരാണ്. ഈ കഥകൾ മൊത്തം അറിയാവുന്നവരാണ്. അല്ല, രേണു എന്നെ അറിയാത്തൊന്നുമല്ല. രേണു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ട അടിച്ച് ചെമ്പുറ്റി ഞാൻ പൊട്ടിക്കോളെ. ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കണം. ഇത് കട്ടി കഴിഞ്ഞ് കളയും. നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവളെ ചെറുത്തടി ഞാൻ പൊട്ടിക്കും. അതിന് ഏത് സഭയിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളെ പല്ലടിച്ച് ഞാൻ വാങ്ങി. എന്നെ കുറിച്ച് തോന്നിവാസം പറയാനും എന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നു സംസാരിക്കാനും, ഇനി അതിന്റെ പേരിൽ എത്ര കോടതി കയറി ഇറങ്ങേണ്ടി വന്നാലും, ഏത് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാൻ കിടക്കും. എന്താണല്ലോ, അന്തത്തുള്ള കാര്യത്തിലാണ് ഞാൻ അവളെ തല്ലിയത്. അല്ലാതെ ആവശ്യമില്ലാതെ ഒരാൾ പോലും തല്ലത്തില്ല, ഒരാൾ. പിന്നെ ഇത് കേട്ടിട്ട് അവളുടെ കുറെ ദേശേച്ചി പറയുന്ന കണക്ക് കുറെ ആൾക്കാരുണ്ട്, കുറെ പാവാട വള്ളികൾ എന്നാണ് ദേശേച്ചി പറയുന്നത്. ദേശേച്ചിയുടെ ഡയലോഗാണ് അത്, ഞാൻ ഇങ്ങോട്ട് കട എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട് എന്റെ അടുത്ത് ചൊറിയാൻ വരരുത്. കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കളങ്ങളുമില്ല. ഇല്ലെങ്കിൽ അവള് തെളിയിക്കട്ടെ, പുതിയ എന്നെ കെട്ടിയിട്ടില്ല, എന്നെ കൊണ്ടു നടന്നതാണ് എന്ന് തെളിയിക്കട്ടെ. അവൾ തെളിയിക്കട്ടെ. അവൾ പെണ്ണാണെങ്കിൽ അവളിപ്പോ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, ഞാൻ രേണു സുധിയാകുന്നു.
അവൾ തെളിയിക്കട്ടെ. സുധിയും ഞാനുമായിട്ട് ലിവിംഗ് ടുഗദർ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ കല്യാണം പോലും കഴിച്ചിട്ടില്ല, ഞങ്ങൾ 4 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടില്ല നമ്മൾ തെളിയിക്കട്ടെ. എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാൻ തയ്യാറാണ്. എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്. രേണുവിന്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയും. രേണുവിന്റെ ആ ഒരു ഡയലോഗ് ഞാനിവിടെ പറയാനേ അല്ലെങ്കിൽ ചോദിക്കാനതിന്റെ മെയിൻ കാര്യം ഇതാണ്. ഞാനത് തുടക്കത്തിൽ ചോദിച്ചത് വീണയും സുധിയും കല്യാണം കഴിച്ചതിന്റെ എല്ലാ തെളിവുകളും ഓഫ്കോഴ്സ് യു ഹാവ് ദാറ്റ് വീണയിലുണ്ട്. പിന്നെ നമ്മളത് ചോദിക്കേണ്ട, പിന്നെ രേണു പറഞ്ഞ ചോദ്യമേ നമുക്കത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതിനെ ഞാൻ രേണുവിനെ വെല്ലുവിളിച്ച് വിളിച്ച് പറയുവാണ്. ഞാനും സുധിയുമായിട്ട് ആർട്ടിസ്റ്റ് ബേസിലുള്ള ഒരു ബന്ധമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് രേണു തെളിയിക്കട്ടെ. രേണു സുധി എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല, ഞാൻ സുധി വീട്ടിൽ താമസിച്ചിട്ടില്ല, സുധി എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് രേണു തെളിയിച്ചാൽ രേണുവിന്റെ കാല് പിടിച്ച് ഈ എത്ര ചാനലുകാരുണ്ടോ അത്രയും, ഏത് നിങ്ങളെ പോലുള്ള എത്ര ചാനലുകാരുണ്ടോ ഏത് ആൾക്കൂട്ടത്തിൽ വേണമെങ്കിലും വന്ന് ഞാൻ രേണുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. എനിക്ക് ഇതിനപ്പുറം ഒന്നും പറയാനില്ല. എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സുധിച്ചേട്ടന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു, രേണുവിന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ സംസാരിച്ചു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും ഞാൻ പറയും. കാരണം എനിക്ക് ഒറ്റ തന്തയുള്ളൂ, മനസ്സിലായോ? എനിക്ക് ഒറ്റ തന്തയുള്ളൂ. എന്റെ അമ്മ കാണിച്ചു തന്ന, അല്ലെങ്കിൽ ഞാൻ അച്ഛാന്ന് വിളിച്ച ഒരാളായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയാം, ഇനി അവൾ ഇറങ്ങട്ടെ, ഇനി അവൾ ഇറങ്ങി പറയട്ടെ. ഇന്നലെ അവളുടെ ചേച്ചി പറയുന്നുണ്ട് ഏതോ ഒരു സ്ത്രീ, അവളെ ചേച്ചി ഞാൻ കുറ്റം പറയില്ല, കാരണം അവളെ ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അവർക്ക് ഏതോ ഒരു സ്ത്രീയാണ്. ഓക്കെ, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഏതോ ഒരു സ്ത്രീ വന്ന് വോയിസ് കൊടുക്കുന്നു, അവരെ കരിവാരി കേൾക്കുന്നു. ഈ 6-7 വർഷമായി ഞാൻ ഉപയോഗിച്ച് ഡിവോഴ്സ് ആയിട്ട്. പിന്നെ അതിന്റെ ഇടയ്ക്ക് മരിച്ചിട്ട് പുള്ളി 2 വർഷമായി. ഈ ഏതോ ഒരു സ്ത്രീ അപ്പോഴൊന്നും വന്നില്ലല്ലോ വോയിസ് കൊടുക്കാൻ. അവളുടെ ചേച്ചി, അതായത് അവളുടെ അനിയത്തി ഈ ആവശ്യമില്ലാത്ത എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് എനിക്കിപ്പോ വരേണ്ടി വന്നത്. അവളുടെ ചേച്ചിയാണ്. അവർ പറഞ്ഞ് ശരിയാണ്, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഏതോ ഒരു സ്ത്രീ തന്നെയാണ് ഞാൻ. അവർ ഞാനുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, അവർക്ക് എന്നെ അറിയത്തുമില്ല. സത്യം തന്നെയാണ്. ഏതോ ഒരു സ്ത്രീ വന്നിട്ട് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല വീണ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിനെ വലിച്ചഴിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എവിടെയും? ഇല്ല. പിന്നെ അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ അവർ അങ്ങനെ പറയുന്നത്. ഞാനൊരു കാര്യം പറയാം. ഞാൻ ഭയങ്കര ഭൂലോക സുന്ദരിയാണെന്നോ അല്ലെങ്കിൽ നയൻതാരയാണെന്നോ ഞാൻ വാദിക്കാൻ നടക്കുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ആൾക്കാർ മൊത്തം എങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വിരൂപി ആയതുകൊണ്ടാണോ പുറത്തു വരാത്തത്? എന്താണ് ഇവളുടെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത്? ട്രാൻസ്ജെൻഡർ ആണോ? അല്ലെങ്കിൽ ഇതാരോ ആണുങ്ങൾ സൗണ്ട് മാറ്റി സംസാരിക്കുന്നതാണ്? ഇങ്ങനെയൊക്കെ കുറെ കമന്റുകൾ വരുന്നുണ്ട്. അല്ല, ഇതൊരു പരിധിയിൽ കൂടുതൽ ഇത് വീണയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സമയത്ത് മാത്രം വീണയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീണയ്ക്ക് നേരിട്ട് വന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും സംസാരിക്കണം. കമന്റ് പറയുന്നത് ഞാൻ ഇവിടെ സിനിമാ നടി നവ്യനായ സൗണ്ട് എന്നെപ്പോഴും സൗണ്ടാണ്. അവര് ട്രാൻസ്ജെൻഡറും അല്ലെങ്കിൽ അവര് ഈ പറയുന്നത് പിന്നെ ആണ് സൗണ്ട് മാറ്റി പറഞ്ഞിട്ടാണോ? അത് നമ്മൾ എന്തായാലും സംഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് കേരളമാണ്, ഇവിടെ 2 സൈഡിലെ ആൾക്കാർ നിന്ന് എപ്പോഴും സംസാരിക്കും. ഇനിയിപ്പോ എന്തൊക്കെ ശരി നമ്മുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞാലും ഒരു സൈഡിൽ ഞാൻ എവിടെ ട്രാവലിംഗ് ചെയ്താലും ഞാൻ എവിടെ പോയിരുന്നാലും എന്റെ ചുറ്റിനിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഈ ഒരു വീഡിയോസ് ആണ് ആൾക്കാർ ജനങ്ങൾ മൊത്തം പറയുന്നത്. അപ്പൊ അവരവിടെ നിന്ന് ഇവിടെ തവാശം നമ്മൾക്കൊക്കെ വിളിക്കുന്നത് പയ്യന്മാരാണെങ്കിലും. കാരണം ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര്. ഞാൻ എവിടെ ഇന്നലെ ഞാൻ മകനുമായിട്ട് ഹോസ്പിറ്റലിൽ പോയി, അവിടെയും രണ്ടു 3 പയ്യന്മാർ ഇത് തന്നെയാണ് പറയുന്നത്. മെഡിക്കൽ സ്റ്റോറി ഇത് തന്നെയാണ് അവിടുത്തെ ചർച്ച. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തെയും ചർച്ചകൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവള് സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനെ വെച്ചിട്ട് അവൾക്ക് പറ്റുന്ന രീതിയിൽ അവൾ ഫേമസ് ആയിക്കോട്ടെ. അതൊക്കെ അവളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിനകത്ത് ഞാനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ ഇടപെടാൻ പോകാറുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പോഴും അതിനോട് പറയുവാണ്, അവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പറയട്ടെ. എന്നെ അറിഞ്ഞൂടാ, ഇങ്ങനെ ഒരാളില്ല. എന്താണ് രേണുവിന്റെ ഭാഗത്തുനിന്ന് രേണുവിന് പറയാനുള്ളത്? ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ് വൈസ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രേണുവിന് പ്രോപ്പർ ആയിട്ടുള്ള ആൻസറുകൾ കാണില്ല. എന്നോട് ആദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാം, ആൻസർ ഞാൻ തരും, റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. എനിക്ക് അതിന് ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ ഒരു ചാനലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ മുമ്പിലോ ഇല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ മുമ്പിലോ പോയി കള്ളം പറയുന്നില്ല. എനിക്ക് അതിൽ ചോദിക്കുന്ന ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടല്ല അതിന് സഡൻലി എനിക്കൊരു കോൾ വന്നു. ഞാൻ ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഒന്നും പറയാതെ എനിക്ക് എന്തൊക്കെയാണ് ചോദിക്കാൻ തോന്നിയത് ഞാൻ അതാണ് ചോദിച്ചത്. അതെ, അതിൽ എന്നോട് ഫസ്റ്റ് ചോദ്യം പറഞ്ഞാൽ വീണ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്, പിന്നെ എനിക്ക് അതിനുള്ള ആൻസർ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതിന് പറയുന്നത് അതിന് ചോദിക്കും.